കെ സുധാകരനെ അധ്യക്ഷ സ്ഥാനത്ത് നിന്ന് മാറ്റിയപ്പോൾ പാർട്ടിക്കുള്ളിലെ പല നേതാക്കന്മാരും ഒളിഞ്ഞും തെളിഞ്ഞും തങ്ങളുടെ പ്രതികരണം അല്ലെങ്കിൽ അതിലെ എതിർപ്പ് കൃത്യമായി അറിയിച്ചിരുന്നു. പല പ്രവർത്തകരും ഇത്തരത്തിലൊരു വാർത്ത വന്നപ്പോൾ സംസ്ഥാനത്തെ വിവിധ ജില്ലകളിലായി അതിൻ്റെ എതിർപ്പ് അറിയിച്ചുകൊണ്ടുള്ള ഫ്ലെക്സ് ബോർഡുകൾ ഉയർത്തിയിരുന്നു. എന്നാൽ യൂത്ത് കോൺഗ്രസിന്റെ സംസ്ഥാന അധ്യക്ഷൻ നേതൃനിരയെ ഈ അടുത്തിടയ്ക്കും വിമർശിച്ച യൂത്ത് കോൺഗ്രസിന്റെ സംസ്ഥാന അധ്യക്ഷൻ കെ സുധാകരനെ മാറ്റി പുതിയ നേതൃനിര അധികാര സ്ഥിരാകേന്ദ്രങ്ങളിലേക്ക് എത്തിയപ്പോൾ അദ്ദേഹം പറയുന്നത് തികഞ്ഞ ആത്മവിശ്വാസവും തികഞ്ഞ സന്തോഷവും ഈ കാര്യത്തിൽ ഉണ്ട് എന്ന തരത്തിലാണ്. കോൺഗ്രസ് ഒരു പുതിയ മാറ്റത്തിലേക്ക് എത്തുകയാണ്. സന്തോഷത്തിനേക്കാൾ അപ്പുറത്തേക്ക് ഒരു വലിയ ഉറപ്പ് കൂടി തനിക്ക് ലഭിക്കുന്നു എന്ന തരത്തിലേക്ക് രാഹുൽ മാങ്കൂട്ടം പറഞ്ഞു വെക്കുമ്പോൾ പലരും അദ്ദേഹത്തെ മറ്റൊരു തരത്തിൽ വിമർശിക്കുക കൂടി തന്നെയാണ് ചെയ്യുന്നത്. കെ സുധാകരന്റെ പക്കൽ, കെ സുധാകരന്റെ കീഴിൽ യൂത്ത് കോൺഗ്രസിന്റെ സംസ്ഥാന അധ്യക്ഷനായിരുന്നപ്പോഴുള്ളതിനേക്കാൾ ഇരട്ടി സന്തോഷമാണ് ഇപ്പോൾ സണ്ണി ജോസഫും ഷാഫി പറമ്പിലും ഒപ്പം പ്രധാനപ്പെട്ട AP അനിൽകുമാറും ഒക്കെ എത്തിയ ഈ പുതിയ നേതൃനിരയുടെ കീഴിലിരിക്കാനെന്ന് രാഹുൽ മാങ്കൂട്ടം പറയാതെ പറയുന്നുണ്ടോ എന്നൊരു സംശയവും ആരോപണവും അവർ ഉന്നയിക്കുന്നു. ഷാഫി പറമ്പിലെ വലം കൈയായ രാഹുൽ മാങ്കൂട്ടം അതേ ഷാഫി പറമ്പിൽ വർക്കിംഗ് പ്രസിഡന്റ് ആകുമ്പോൾ സണ്ണി ജോസഫിനെ മുൻപിൽ നിർത്തിക്കൊണ്ട് വർക്കിംഗ് പ്രസിഡന്റുമാർ കളത്തിലിറങ്ങി കളം പിടിക്കുവാൻ ഇറങ്ങുമ്പോൾ തനിക്കും യൂത്ത് കോൺഗ്രസിലേക്ക് ഒരു ഇടം നൽകിയ ഷാഫി പറമ്പിൽ വരും കാലങ്ങളിൽ KPCCയിലേക്കും ഒരു ഇടം നൽകുമെന്ന ഉറച്ച ബോധ്യത്തിന്റെ പുറത്താണ് ഇത്തരത്തിൽ അമിതമായ സന്തോഷം പ്രകടിപ്പിക്കുന്നത് എന്ന വാദമുയർത്തുന്നവരുമുണ്ട്. എന്തായാലും KPCCയുടെ പുതിയ നേതൃനിരയിലേക്ക് സണ്ണി ജോസഫും ഷാഫി പറമ്പിലും PC വിഷ്ണുനാഥും AP അനിൽകുമാറും അടൂർ പ്രകാശും ഒക്കെ എത്തിയതിൽ രാഹുൽ മാങ്കൂട്ടത്തിന് പറയാനുള്ളത് ഇങ്ങനെയാണ്. ഭയങ്കര തൃപ്തിയല്ലേ. തൃപ്തി എന്ന് പറഞ്ഞാൽ പോരാ, ഒരു കോൺഗ്രസ് പ്രവർത്തകൻ എന്ന നിലയിൽ വ്യക്തിപരമായി പറഞ്ഞാൽ എൻ്റെ സന്തോഷത്തിന് അതിരുകളില്ലാത്ത നിമിഷം എന്ന് പറയാൻ പറ്റും. ഒരു സാധാരണ കോൺഗ്രസ് പ്രവർത്തകനെ ആവേശപ്പെടുത്തുന്ന ഉജ്ജ്വലമായ തീരുമാനമെടുത്തത്, ആ രണ്ട് വാക്കുകൾ ഉറച്ചു വയ്ക്കുന്നു. പ്രവർത്തകനെ ആവേശപ്പെടുത്തുന്ന ഉജ്ജ്വലമായ തീരുമാനമെടുത്ത കോൺഗ്രസിൻ്റെ ഹൈക്കമാൻഡിന് പ്രത്യേകമായ സ്നേഹാഭിവാദ്യങ്ങൾ ഒരു പ്രവർത്തന നിലയിൽ അർപ്പിക്കുവാൻ ആഗ്രഹിക്കുക. എന്തൊരു പ്രോപ്പർ ബ്ലെൻഡിങ് ആണ്. കഴിഞ്ഞ 4 വർഷക്കാലമായി ഏറ്റവും പ്രതിസന്ധിയുടെ ഒരു കാലത്ത് കേരളത്തിലെ കോൺഗ്രസ് പ്രസ്ഥാനത്തെ വളരെ ധീരമായി നയിച്ച് കോൺഗ്രസിൻ്റെ ഓരോ കോണിലുമുള്ള പ്രവർത്തകൻ്റെ ആത്മവിശ്വാസവും ആത്മാഭിമാനവും ഉയർത്തിയ ശ്രീ കെ സുധാകരൻ, അദ്ദേഹം പ്രസിഡന്റ് പദവിയിൽ നിന്ന് മാറുമ്പോൾ അദ്ദേഹത്തിനെ കോൺഗ്രസിൻ്റെ വർക്കിംഗ് കമ്മിറ്റിയിലേക്ക് ഉൾപ്പെടുത്തുന്നു. അതങ്ങനെ ഒരു കീഴ്വഴക്കമുള്ള സ്ഥിരം പാറ്റേൺ അല്ല. അപ്പോൾ 2 KPCCയുടെ പ്രസിഡന്റായി കണ്ണൂരിൽ നിന്ന് തന്നെ, കണ്ണൂരിൻ്റെ പ്രത്യേകത അറിയാമല്ലോ, നമ്മൾ കേരളത്തിൽ ഏറ്റവും അധികം മത്സരിക്കുന്നത്, വെല്ലുവിളി നേരിടുന്നത് CPM-ൽ നിന്നാണ്. ആ CPM-നെ അവരുടെ മടയിൽ നിരവധി തവണ പരാജയപ്പെടുത്തി കണ്ണൂരിൽ കോൺഗ്രസിന് ഏറ്റവും അധികം സീറ്റുകൾ സമ്മാനിച്ച ജില്ലാ കോൺഗ്രസ് കമ്മിറ്റി പ്രസിഡന്റായിരുന്ന ശ്രീ സണ്ണി ജോസഫ് MLA അദ്ദേഹം KPCCയുടെ പ്രസിഡന്റ് ആകുന്നു. UDF കണ്ണൂർ ഇതിൻ്റെ ഒരു പ്രോപ്പർ ബ്ലെൻഡിങ് എന്ന് ഞാൻ പറയാൻ കാരണം ഇതൊരു എലക്ഷൻ ഇയറാണ്. ഈ എലക്ഷൻ ഇയറിൽ എലക്ഷൻ സ്ട്രാറ്റജിസ്റ്റുകളുടെ, എലക്ഷൻ സ്പെഷ്യലിസ്റ്റുകളുടെ ഒരു ടീമിനെയാണ് ഹൈക്കമാൻഡ് തീരുമാനിച്ചിരിക്കുന്നത്. ശ്രീ സണ്ണി ജോസഫ് അദ്ദേഹം ഒരു എലക്ഷൻ വിദഗ്ധനാണ്. ഇനി നിങ്ങൾ ഈ ടീം എടുത്ത് നോക്കൂ. UDFന്റെ കൺവീനറായി വന്നിരിക്കുന്ന ശ്രീ അടൂർ പ്രകാശ്, കോന്നി പോലെ പത്തനംതിട്ട ജില്ലയിലെ ഏറ്റവും ഇടതുപക്ഷ സ്വഭാവം ഉണ്ടായിരുന്ന ഒരു മണ്ഡലത്തെ തുടർച്ചയായി ഐക്യജനാധിപത്യ മുന്നണിയോടൊപ്പം നിർത്തിയ ശ്രീ അടൂർ പ്രകാശ്, ആറ്റിങ്ങൽ പോലെ കോൺഗ്രസിന്റെ സ്ഥാനാർത്ഥി, ആര് സ്ഥാനാർത്ഥിയെ നിർത്തിയാലും CPM പേരിനൊരു സ്ഥാനാർത്ഥിയെ നിർത്തിയാൽ അയാൾ ജയിച്ചു പോകുന്ന മണ്ഡലത്തിൽ CPM-നെ അട്ടിമറിച്ച് തുടർ വിജയം നേടിയ ശ്രീ അടൂർ പ്രകാശ്, അതുപോലെ തന്നെ 2 ഉമ്മൻചാണ്ടി സാറിൻ്റെ ഗവൺമെൻറ്റുകളിൽ മന്ത്രിയായി, പ്രത്യേകിച്ച് പാലക്കാടിനെ സംബന്ധിച്ചിടത്തോളം പാലക്കാടിന് അഭിമാനമായ പട്ടികജാതി മെഡിക്കൽ കോളേജ് ഇന്ത്യയിൽ തന്നെ നവോത്ഥാന ശ്രമങ്ങളൊന്നായ അത് സമ്മാനിച്ച ശ്രീ AP അനിൽകുമാർ അദ്ദേഹം വർക്കിംഗ് പ്രസിഡന്റ് ആകുന്നു. അതുപോലെ തന്നെ ചെറുപ്പക്കാരുടെ എല്ലാ ആവേശത്തെയും ഉൾക്കൊള്ളുവാൻ പറ്റുന്ന ഈ ചെറുപ്പക്കാരുടെ ടീം ലീഡേഴ്സ് എന്ന് പറയാമല്ലോ, യങ്സ്റ്റേഴ്സിൻ്റെ ടീം ലീഡേഴ്സ്, യങ്സ്റ്റേഴ്സ് ആയിട്ടുള്ള ആളുകളുടെ പ്രസിഡന്റ് എന്ന് വിളിക്കുന്ന ആളാണ് ശ്രീ PC വിഷ്ണുനാഥ്. കുണ്ടറ പോലൊരു മണ്ഡലത്തിൽ പോയി ഒരു ഭരണ തുടർച്ച ഉണ്ടാകുന്ന സമയത്ത് പോലും ആ ഭരണ തുടർച്ചയുടെ കാലത്ത് എല്ലാവരും ജയിക്കുമ്പോൾ, ഭരണത്തിൻ്റെ ഭാഗമായി നിൽക്കുന്ന എല്ലാവരും ജയിക്കുമ്പോൾ പരാജയപ്പെട്ട മന്ത്രിയായി, ഒരു മന്ത്രിയെ പരാജയപ്പെടുത്തി കുണ്ടറ നേടിയെടുത്ത ശ്രീ PC വിഷ്ണുനാഥ്, പാലക്കാട് വലിയ വെല്ലുവിളി നേരിട്ട തെരഞ്ഞെടുപ്പിൽ BJPയുടെ മുഖ്യമന്ത്രി സ്ഥാനാർത്ഥിയെ പരാജയപ്പെട്ടു. അതിനുശേഷം ഒരു വലിയ പൊളിറ്റിക്കൽ ഫൈറ്റിൽ വടകരയിൽ പോയി ഉജ്ജ്വലമായ വിജയം നേടിയ ശ്രീ ഷാഫി പറമ്പിൽ. അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത്, എന്തൊരു ഗംഭീര ടീമിനെ, അവൈലബിൾ ആയിട്ടുള്ള ഏറ്റവും ബെസ്റ്റ് ടീമിനെ കോൺഗ്രസ് പാർട്ടി ഡിപ്ലോയ് ചെയ്യുക എന്ന് പറഞ്ഞ ഇലക്ഷൻ ഇയറിൽ പ്രവർത്തകന്റെ തെരഞ്ഞെടുപ്പ് വരാൻ പോവുകയാണ് 2025. ആ പ്രവർത്തകന്റെ തെരഞ്ഞെടുപ്പ് വരുമ്പോൾ ഇലക്ഷൻ സ്ട്രാറ്റജിസ്റ്റുകളുടെ, അത് ഓരോ പേരുകളും, സണ്ണി ജോസഫ് ആകട്ടെ, അനിൽകുമാർ ആകട്ടെ, വിഷ്ണുനാഥ് ആകട്ടെ, ഷാഫി പറമ്പിലാകട്ടെ, അടൂർ പ്രകാശ് ആകട്ടെ, ഇലക്ഷൻ എക്സ്പെർട്ടുകളുടെ, സ്ട്രാറ്റജിസ്റ്റുകളുടെ ടീമിനെ വെക്കുക എന്ന് പറഞ്ഞാൽ അത് ഹൈക്കമാൻഡ് ഒരുമ്പെട്ട് ഇറങ്ങിയിരിക്കുകയാണ്. അത് തെരഞ്ഞെടുപ്പിൽ, പ്രവർത്തകനെ ആദ്യ തെരഞ്ഞെടുപ്പിൽ വിജയിപ്പിച്ചതിന് ശേഷം
കേരള നിയമസഭാ തെരഞ്ഞെടുപ്പിൽ UDFന്റെ ഗവൺമെന്റ് ഉണ്ടാകുവാൻ വേണ്ടിയിട്ടുള്ള പ്രവർത്തനങ്ങളുടെ കൗണ്ട് ഡൗൺ ഇവിടെ തുടങ്ങുകയാണ്. ആ വാർത്തകൾ ആരാ പറഞ്ഞത്? നിങ്ങൾ തന്നെയല്ലേ പറഞ്ഞത്? കേരളത്തിൽ നിങ്ങൾ ആ വാർത്തയ്ക്ക് വേണ്ടി പറഞ്ഞിരുന്ന സഭ കത്തോലിക്ക സഭയാണ്. കത്തോലിക്ക സഭ വളരെ ഓപ്പണായി ക്ലിയർ കട്ടായി പറയുകയല്ല, ഞങ്ങൾക്ക് അങ്ങനെ ഒരു ഡിമാൻഡ് ഇല്ല, സഭ അങ്ങനെ ആവശ്യം ഉന്നയിച്ചിട്ടേ ഇല്ല എന്ന് കോൺഗ്രസും പറയുന്നു. ഉന്നയിച്ചു എന്ന് പറയുന്ന സഭ ഇല്ല എന്ന് അവരും പറയുന്നു, സഭയും പറയുന്നു. അങ്ങനത്തെ ആവശ്യം കിട്ടിയിട്ടില്ല എന്ന് കോൺഗ്രസും പറയുന്നു. അതിനപ്പുറം ഇനി ആരാ പറയേണ്ടത്? അതെങ്ങനെയാ സഭയുടെ പ്രസിഡന്റ് ആകുന്നത്? KSU പ്രവർത്തകനായി തുടങ്ങി, യൂത്ത് കോൺഗ്രസ് പ്രവർത്തകനായി വളർന്ന്, ജില്ലാ കോൺഗ്രസ് കമ്മിറ്റിയുടെ പ്രസിഡന്റായി, വലിയ പ്രതിസന്ധിയുടെ കാലത്ത് കണ്ണൂരിൽ നയിച്ച് പ്രവർത്തകനെ ചേർത്ത് പിടിച്ച് CPMന്റെ അക്രമ രാഷ്ട്രീയത്തിനെതിരായി പോരാട്ടം നടത്തി അവിടെ സീറ്റ് വിജയിപ്പിച്ച സണ്ണി ജോസഫ്, അദ്ദേഹം കേരളത്തിലെ കോൺഗ്രസ് പ്രസ്ഥാനത്തിന്റെ പ്രസിഡന്റാണ്. കേരളത്തിലെ ഓരോ കോൺഗ്രസ് പ്രവർത്തകനും, കാരണം ശ്രീ K സുധാകരൻ റീപ്ലേസ് ചെയ്യപ്പെടുമ്പോൾ കണ്ണൂരിൽ നിന്ന് തന്നെ CPMന്റെ അക്രമ രാഷ്ട്രീയത്തെ പ്രതിരോധിച്ച, സീറ്റുകൾ വിജയിപ്പിച്ച ഒരാൾ തന്നെ കടന്നു വരിക എന്ന് പറഞ്ഞാൽ പ്രവർത്തകരുടെ മുറയിൽ ഉയരുക. നിങ്ങൾ ആ സന്തോഷത്തെ ഇത്തരത്തിലുള്ള സ്പോയിലറുകൾ പറയല്ലേ? പ്രവർത്തകൻ, നിങ്ങൾക്ക്, ഞാനൊരു യൂത്ത് കോൺഗ്രസ് പ്രസിഡന്റ് MLA ആയിട്ടുള്ള ഒരാളാണ്, എൻ്റെ ആവേശം നിങ്ങൾക്ക് കാണാൻ പറ്റുന്നില്ലേ? ഈ നാട്ടിൽ ഓരോ സാധാരണ പ്രവർത്തകനും അപ്പോൾ എത്ര വലിയ ആവേശമായിരിക്കും ഒരു തീരുമാനം ഉണ്ടാകുമ്പോൾ. എനിക്ക് എത്ര ആവേശം, എനിക്ക് എത്ര സന്തോഷം. ഞാൻ പറഞ്ഞില്ല, വ്യക്തിപരമായി എന്നെ ഭയങ്കരമായി സന്തോഷിപ്പിക്കുന്ന തീരുമാനമാണ് ഹൈക്കമാൻഡ്. വ്യക്തിപരമായി പ്രവർത്തക നിലയിൽ ഞാൻ യൂത്ത് കോൺഗ്രസ് പ്രസിഡന്റായിട്ടോ MLA ആയിട്ടോ സംസാരിക്കുകയല്ല. ഞാൻ ഹൈക്കമാൻഡിനോട്, ശ്രീ മല്ലികാർജ്ജുന ഖാർഗെയോട്, ശ്രീ രാഹുൽ ഗാന്ധിയോട്, ശ്രീ KC വേണുഗോപാലിനോട് എത്ര നന്ദി പറഞ്ഞാലും മതിയാകാത്ത രീതിയിൽ പ്രവർത്തകന്റെ സന്തോഷം രേഖപ്പെടുത്തുവാൻ ആഗ്രഹിക്കുകയാണ്. ഇതും പ്രതിപക്ഷ നേതാവ് ശ്രീ VD സതീശനും എല്ലാം കൂടെ ചേർന്നൊരു ടീം. ഈ ടീം ആദ്യം പറഞ്ഞല്ലോ 2025 പ്രവർത്തകനെ ജയിപ്പിക്കും. 2026 കേരള നിയമസഭയിൽ UDFന്റെ മിനിസ്ട്രി കൊണ്ടൊരു കോൺഗ്രസിന് മുഖ്യമന്ത്രി ഉണ്ടാക്കും.